ഹായ് ഗായ്സ്, ഇപ്പോൾ കടൽത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാർ നമ്മൾ ചെറിയൊരു പൊതു അഭിപ്രായം നേടാൻ വേണ്ടി പോവുകയാണ്. കല്യാണം കഴിക്കാൻ പെണ്ണിന് വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആൾക്കാർക്ക് ചോദിക്കാൻ പോകുന്നത്. ആൾക്കാരുടെ അഭിപ്രായം എന്തായാലും നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാവുന്നതാണ്. വാ വീഡിയോയിലേക്ക് പോകാം. കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾക്ക് വേണ്ട യോഗ്യത എന്തൊക്കെയാണ്? കല്യാണം കഴിക്കാൻ ഈ കാലത്ത് പഴയ പണ്ടത്തെ യോഗ്യതയൊന്നും അല്ലല്ലോ വേണ്ടേ. എന്നാലും എന്തൊക്കെയാണ് യോഗ്യത വേണ്ടത്? കല്യാണം കഴിക്കാൻ പോകുന്ന വീടുമായിട്ട് യോജിച്ച് പോകണം. അതിനുള്ള സാഹചര്യങ്ങൾ വേണം. ഇക്കാലത്ത് ചെല്ലുന്ന പുതിയൊരു സാഹചര്യത്തിലേക്ക് പോവല്ലേ. അപ്പോൾ അവിടെയുള്ള സിറ്റുവേഷൻ കൂടെ മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് യോജിച്ച് പോകാൻ പറ്റുന്ന രീതിയിൽ കൂടെയുള്ള ഒരു മുൻവിധിയോട് കൂടിയിട്ട് വേണം പോകാൻ. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? പണ്ടൊന്നുമില്ല. പണ്ട് പോയി കഴിഞ്ഞാൽ അത് വിവാഹം കഴിച്ചങ്ങ് അയക്കുക, പിന്നെ വരുന്ന പോലെ കാണുക. അവിടെ മുൻവിധി ഒന്നും ഇല്ലായിരുന്നു, വന്ന പോലെ പോവുക എന്നുള്ള. ഇന്നതല്ല. ഇന്നാ സാഹചര്യമായിട്ട് ഒരുപാടൊന്നും പൊരുത്തപ്പെട്ട് പോകുന്നില്ല. പിന്നെ അവിടെ വഴക്കും ബഹളവും. പിന്നെ അത് കഴിഞ്ഞ് കോടതിയിൽ പോയാൽ അവർക്കും അതൊന്നും തീർക്കണമെന്നില്ല. നടത്തി അങ്ങനെ വർഷങ്ങൾ കൊണ്ട് നടക്കും. ആ രീതിയിലാണ് പോകുന്നത്. ശരി, താങ്ക് യു. നല്ല സ്വഭാവമായിരിക്കണം. പിന്നെ പിന്നെന്തുവാ, കെട്ടുന്ന ഭർത്താക്കന്മാരെ നോക്കാനുള്ളൊരു കഴിവ് വേണം. പുറത്തെങ്ങും പോകാത്ത രീതിയിൽ നോക്കാനുള്ള കഴിവ് വേണം. പുറത്തു പോകാത്ത എങ്ങനെ? അല്ല, ഈ വീടിന്റെ സ്നേഹം കിട്ടാത്തപ്പോഴായിരിക്കുമല്ലോ ഭർത്താക്കന്മാർ വേറെ പോകുന്നത്. ആ, വരിക്കാനുള്ളൊരു ഇത് വേണം, ഗംഭീരം വേണം തീർച്ചയായിട്ടും. അല്ല ജോലി വേണം, അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ജോലി പിന്നെ അറിയാം അവരുടെ ഇത്ര ജോലി കിട്ടിക്കൊണ്ടേലും കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ഇല്ല, അങ്ങനൊന്നുമില്ല. കല്യാണം കഴിക്കാൻ ചോദിക്കണം, ഇപ്പൊ വേണോ പറയണോ? തോന്നിക്കുന്നത് എന്തൊക്കെയാണ് യോഗ്യതകള്? യോഗ്യത മെച്ചൂർഡ് ആവണം, ജോലി വേണം, സ്നേഹം വേണം. ഈ മൂന്നുണ്ടെങ്കിൽ സെറ്റ് ആണല്ലേ? കിട്ടാറുണ്ടോ ഇത്? പൊതുവായിട്ട് തോന്നിക്കുന്നുണ്ട് അങ്ങനെ? നല്ലൊരു കാര്യമാണ്. നല്ല ഭാര്യ കാണാൻ കൊള്ളണോ, അങ്ങനെയാണോ? അതോ അല്ല, നല്ലൊരു ജീവിതത്തിന് മുന്നിട്ട് നിൽക്കണം. പിന്നെ നല്ല സ്വഭാവമായിരിക്കണം. പിന്നെ അത്രയുള്ള കല്യാണം കഴിക്കാൻ അതിപ്പോ ഓരോരുത്തരുടെ അഭിപ്രായം അനുസരിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രത്യേക യോഗ്യതയല്ലേ. എന്റെ അഭിപ്രായത്തിൽ മനസ്സിന് ഇഷ്ടം തോന്നുന്ന ഒരാളായിരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കല്യാണത്തിന് മുമ്പ് കുറച്ച് നാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയം ഉണ്ടായിരിക്കണം. ഇവരുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചേച്ചാ മതി. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. വേറെ പ്രത്യേകിച്ച് വേറെ മെയിനായിട്ട് വേണ്ടത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക അല്ലേ? അത് തന്നെ. ബ്രോയുടെ അഭിപ്രായം എന്താണ്? അത് തന്നെ. നീ പെണ്ണില്ലേ, ഞാൻ എന്താ പറയാന്. അല്ല, എന്നാലും നമ്മുടെ അല്ലല്ലോ, പൊതുവായിട്ട് നമുക്ക് തോന്നിക്കുന്ന ഒരു പറ്റിക്കാതെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. മനസ്സിലാക്കണം. പിന്നെ വേറെ അതൊക്കെ ഉള്ളൂ. ഈ രണ്ടെണ്ണം ഉള്ള. അല്ല, നല്ല ജോലി വേണം, ഗ്ലാമർ വേണം. ആക്സിഡന്റ് പറ്റിയ തീരാത്ത ഗ്ലാമർ ഒക്കെ എല്ലാ മനുഷ്യർക്കും പെണ്ണ് കിട്ടിയതല്ലേ? അതൊക്കെ തന്നെ ധാരാളം. ശരി, അത്യാവശ്യം പക്വത വേണം അല്ലേ? അടുത്തത് വിദ്യാഭ്യാസം. പിന്നെ അത്യാവശ്യം പക്വത തന്നെ മതി കല്യാണം കഴിക്കാൻ. വേറെ ഒന്നും തോന്നിച്ചിടൊന്നുമില്ല, പക്വത അല്ലാതെ. വേറെ മെയിനായിട്ട് തോന്നിട്ടില്ല. ഓക്കെ. പെണ്ണുങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്നവരായിരിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ഒരു വൈബിന് പറ്റിയ ആൾക്കാരായിരിക്കണം. പിന്നെ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു ഇതായിരിക്കണം. അത്രേ ഉള്ളൂ. സാമ്പത്തികമായിട്ട് വേണം, അല്ലെങ്കിൽ അതൊന്നുമില്ല. അങ്ങനെ ജോലി വേണം. പെണ്ണ് കിട്ടിയാൽ മാത്രം മതി. പെണ്ണ് കിട്ടിയാൽ മാത്രം മതി എന്നല്ല, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമായിരിക്കണം. യോഗ്യതകൾ എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുമ്പോൾ, അതായത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ണറെ ശരിക്കും മനസ്സിലാക്കുക. അവരുമായിട്ടുള്ള ഒരു പരസ്പര ബന്ധം ആണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പം മെയിനായിട്ട് സ്വഭാവം നന്നായിരിക്കണം. അതായത് രണ്ടുപേരുടെ സ്വഭാവം മാച്ച് ആയിട്ട് വേണം. അല്ലെങ്കിൽ ഈഗോ അടിക്കും, കോംപ്ലക്സ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. വേറെ ആദ്യം മനസ്സുകൾ തമ്മിലുള്ള പൊരുത്തമാണ് ഏറ്റവും നന്നായിട്ട് വേണ്ടത്. അടുത്തത് ജീവിക്കാനുള്ള ഒരു മാർഗം രണ്ടുപേരും കണ്ടുപിടിച്ചിരിക്കണം. അത് ബോത്ത് പെണ്ണ് മാത്രമല്ല, ചെറുക്കനും കണ്ടുപിടിച്ചിരിക്കണം.
പെണ്ണുങ്ങൾക്കും ജോലി വേണമെന്നാണ് പറയുന്നത്. ജോലി ഇപ്പം അവർക്ക് ഇപ്പോഴും ഭർത്താവിനെ ആശ്രയിച്ച് മാത്രം ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ഇപ്പം ഈക്വാളിറ്റി എല്ലാം ഉണ്ടല്ലോ. അപ്പൊ അവർക്കും ജോലിയുണ്ട്. അവർക്ക് ആരെയും ആശ്രയിക്കാതെ പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ടും ജീവിക്കാലോ. ഓക്കെ, താങ്ക് യു. നല്ല മെച്ചൂർഡ് ആയിരിക്കണം, സൗന്ദര്യം, നല്ല സ്വഭാവം. സൗന്ദര്യം വേണം, നല്ല സ്വഭാവം വേണം. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിക്കുന്നുണ്ടോ? ഇല്ല. സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരൊന്നും വേണ്ടേ? വിദ്യാഭ്യാസം വേണം അല്ലേ? വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ കിട്ടുമോ? ഇല്ല. അതെന്താ? കുറച്ചുകൂടെ മനസ്സിലാക്കുന്നവരാണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ മനസ്സിലാകത്തുള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ജോലി ഉണ്ടാവല്ലോ. ജോലി വേണം അല്ലേ? ഓക്കെ, ശരി. അങ്ങനെ നല്ല മനസ്സ് വേണമെന്നേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നും വേണ്ട. വേറെ ഒന്നും വേണമെന്നില്ല, മനസ്സുണ്ടായി മാത്രം മതി. എന്തെങ്കിലും തോന്നിച്ചിട്ടുണ്ടോ ചെറുതായിട്ട്? ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വേറെ ഒന്നുമില്ല, നല്ല മനസ്സുണ്ടായിരുന്നു. മനസ്സ് മാത്രം മതി അല്ലേ? ഓക്കെ. മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രം മതി. വേറെ അത് മതി. പെണ്ണ് ആണുങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പല പല കാര്യം ചോദിക്കട്ടെ. ഈ പെണ്ണുങ്ങൾക്ക് ഈ ഒരെണ്ണം മാത്രമേ ഉണ്ടോ? വേറെ ഒന്നുമില്ല. വേറെ അതിന്റെ ആരും ഇല്ലല്ലോ. മനസ്സിലാക്കാനുള്ള കഴിവ് മതി. ഇല്ല, അതാകുമ്പോൾ അതിലെല്ലാം വരും. ചുറ്റുപാടുള്ള കാര്യങ്ങളാണ്. ഒരുപാടുള്ള കാര്യങ്ങളായാലും നമ്മുടെ കാര്യങ്ങളായാലും മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രം മതി. പെണ്ണിന് വേണ്ട യോഗ്യതയോ? യോഗ്യത എന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു ഭാര്യയായിരിക്കണം. പിന്നെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ വേണം. സാമ്പത്തികം വേണം. എനിക്ക് ജോലി ഇല്ലെങ്കിൽ എന്നെ നോക്കണ്ടേ. വേറെ നല്ല സ്വഭാവം, അല്ലാതെ പ്രത്യേകിച്ച് പറയാനില്ല. ഗ്ലാമർ ഗ്ലാമർ വേണം. ഗ്ലാമറിലേക്ക് കിട്ടത്തില്ല. കെട്ടത്തില്ലെന്നല്ല, ലുക്കിലല്ലല്ലോ കാര്യം, വർക്കിലല്ലേ. വർക്ക് അടിപൊളിയായിരിക്കണം. പിന്നെ അല്ലേ. ഓക്കെ, ശരി. പെണ്ണിന് വേണ്ട യോഗ്യത എന്റെ കാലത്ത് നമ്മള് എന്താ പറയുന്നത്, പെണ്ണിന്റെ സൗന്ദര്യമോ മറ്റൊന്നും അല്ലായിരുന്നു. ചില പ്രത്യേക രീതിയിൽ, അതായത് വീട്ടിൽ നിൽക്കുന്നതാണോ, ആഹാരമൊക്കെ പാചകം ചെയ്യാനോ. ഞാനൊരു പട്ടാളക്കാരനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നാട്ടിൽ വരുമ്പോൾ നാടൻ ഫുഡെല്ലാം പാചകം ചെയ്യുന്ന ഒരു പെണ്ണായിരിക്കണമെന്നായിരുന്നു എൻ്റെ മെയിൻ ഇതുണ്ടായിരുന്നത് ആ സമയം. ഇപ്പോഴത്തെ എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പോഴത്തെ നിങ്ങളുടെ ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. പഴയ ട്രെൻഡ് ആണല്ലോ അറിയാം. പഴയ ട്രെൻഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. യോഗ്യത ലോയലായിരിക്കണം, പിന്നെ നല്ല കെയറിങ് ആയിരിക്കണം. അതൊക്കെ തന്നെ. പിന്നെ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തോന്നിച്ചിട്ടുണ്ടോ? സ്പെഷ്യലായിട്ട് ലോയൽറ്റി ആണ്. അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ രണ്ട് മാത്രം മതി, വേറെ ഒന്നും അങ്ങനെ വേണമെന്നില്ല. സൗന്ദര്യം, നല്ല സൗന്ദര്യത്തിലേക്ക് എന്ത് പണം, നല്ല ഇല്ല. അങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാള്. പെണ്ണുങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ന് വെച്ചാല് പെണ്ണുങ്ങൾക്ക് യോഗ്യത യോഗ്യതയിലും കുഴപ്പമില്ല, പെണ്ണെ കിട്ടിയ. അല്ലല്ല, ഇന്നത്തെ കാലത്ത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഒരു മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുടുംബം, നമ്മുടെ ഒരു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ കുടുംബം നല്ല രീതിയിൽ നോക്കാൻ കഴിവുള്ള ഒരു പെണ്ണാണ് ഇപ്പം വേണ്ടുന്നത്. പിന്നെ അവരവരുടെ ഇപ്പോൾ ഒരുപാട് ഇപ്പം ഡൈവേഴ്സ് കേസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കുടുംബത്തെ നോക്കിയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ നമ്മൾ കഴിഞ്ഞിരുന്നത് അതേ രീതിയിൽ ഭർത്താവിനെ വീട്ടിൽ ചെന്നാലും അവരെ നോക്കാനുള്ള ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബം നല്ല രീതിയിൽ പോകും. അതാണ് എൻ്റെ അഭിപ്രായം. പാചകം അറിയണോ, അല്ലെങ്കിൽ ജോലി വേണോ? പാചകത്തിലൊന്നും ഇപ്പോൾ ഒരു കാര്യമില്ല. പാചകത്തിൽ എന്ത് കാര്യം? പാചകത്തിലൊരു കാര്യമില്ല. പക്ഷേ നമ്മുടെ ആ രണ്ടുപേരും ഒരേ രീതിയിൽ ഒരേ മനസ്സോടു കൂടി ആ ഒരു ഫാമിലി നോക്കി കൊണ്ടുപോകുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഏട്ടാ, ശരി. അങ്ങനെ യോഗ്യത കല്യാണത്തിനെ പറ്റിയിട്ട് ഇപ്പൊ ചിന്തിക്കുന്നില്ല. പൊതുവായിട്ട് നമുക്ക് തോന്നത്തില്ലേ, നമ്മുടെ യോഗ്യത അല്ല പൊതുവായിട്ടുള്ള പൊതുവേ ഉള്ള യോഗ്യതയാ. നമുക്കിപ്പോ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുമില്ല. അല്ല ഇതെന്നോട് ചോദിക്കില്ല. ഞാൻ കല്യാണം കഴിഞ്ഞില്ല. എന്റെ കല്യാണം കഴിഞ്ഞത്. അത് കുഴപ്പമില്ല. എന്തൊക്കെയാണ് ചേട്ടൻ തോന്നിച്ചിട്ടുള്ളത് ഒരു പെണ്ണിന് വേണ്ട? പെണ്ണിന് വേണ്ട എന്താ, നല്ല മനസ്സ്. പിന്നെന്താ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട, വേറെ പെണ്ണായിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾക്ക് ഉണ്ട് പറയാനായിട്ട് അങ്ങനെ എനിക്ക് അറിയത്തില്ല. നമുക്ക് പൊതുവെ തോന്നിക്കത്തില്ലേ അത് പാചകം ചെയ്യാൻ അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല ജോലി വേണം, നല്ല ജോലി, പിന്നെ വീട്ടുകാരെ നോക്കണം, നല്ലതായിട്ട് നോക്കണം. അതൊക്കെ പോകും. വേറെ നല്ല മനസ്സ് വേണം. അങ്ങനെ നല്ല വീട്ടുകാരെ നോക്കാൻ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പൊതുവെ എല്ലാവർക്കും ഉള്ളതാണല്ലോ. ഓക്കെ, ശരി. നല്ല ഗ്ലാമർ ആയിരിക്കണം. ഗ്ലാമർ വേണം. പിന്നെ സ്വഭാവം നല്ലതായിരിക്കണം. പിന്നെ നമ്മളെ കൊണ്ടു നടക്കാനുള്ള ഇതായിരിക്കും.
വേറെ ജോലി വേണം, കാറ് വേണം, പൈസ വേണം, അങ്ങനൊന്നും ഇല്ല. ആവശ്യം ഗ്ലാമർ ഉണ്ടെങ്കിൽ അത് മതി, വേറെ ഒന്നും വേണ്ടല്ലോ. കുഴപ്പമില്ല, നമ്മുടെ കൂടെ നടക്കാമല്ലോ. കല്യാണം കഴിച്ചോ? എല്ലാം കഴിച്ചു പോട്ടെ. അപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.